എൻ്റെ പേര് ബാലു. പള്ളാത്തുരുത്തി ഇവിടെ പ്രതിപാദിക്കപ്പെട്ട വിഷയത്തിൽ സ്ഥാനം വഹിക്കുന്ന പള്ളാത്തുരുത്തി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ തിരുമല വാർഡ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി വാർഡാണ് തിരുമല വാർഡ്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ 1 മുതൽ 25 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ 25ാമത്തെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ശാഖയാണ് നമ്മുടെ ശാഖ. അസ്പർശരും അശ്രവരുമായി കിടന്ന ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാനായ ടി.കെ. മാധവൻ കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് SNDP യോഗം അവിടെ കരുപിടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1927 SNDP യോഗത്തിൻ്റെ 25ാമത് സമ്മേളനം പള്ളാത്തുരുത്തിയിൽ വെച്ച് നടത്തപ്പെടുന്നു. പള്ളാത്തുരുത്തിയിൽ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ പള്ളാത്തുരുത്തിൻ്റെ ആ സമയത്തെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ചുറ്റും വെള്ളത്താൽ പെട്ടുകിടക്കുന്ന ഒരു പ്രദേശം, കർഷകരും കർഷക തൊഴിലാളികളുമായി നിൽക്കുന്ന പ്രദേശം, കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം. ഇന്ന് കുറച്ചുകൂടെ വികസനം വന്നു നിൽക്കുന്നു. ആലപ്പുഴ കൊല്ലം ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരു പ്രദേശം. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊക്കമുണ്ടാകുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്താണ് മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ 25ാമത് യോഗവാർഷികം പള്ളാത്തുരുത്തിയിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാനാണ് തൃപ്പാദങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. ജനബാഹുല്യം കൊണ്ട് യോഗം സമ്മേളനങ്ങൾ രാത്രി വരെ നീണ്ടുപോയി എന്നാണ് ചരിത്രകാരന്മാർ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. SNDP യോഗവുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഗുരു പങ്കെടുക്കാതിരുന്നതിന് ശേഷം SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിലേക്ക് ടി.കെ. മാധവൻ നിർബന്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഗുരു ഒരു കെട്ടുവള്ളത്തിലാണ് ഞങ്ങളുടെ ഈ പള്ളാത്തുരുത്തി പ്രദേശത്തിലേക്ക് ഗുരുവിനെ എഴുന്നള്ളിക്കുന്നത്. ബോട്ട് ചെട്ടി പോലും ഉണ്ടാക്കാൻ പറ്റാത്തിരുന്ന ഒരവസ്ഥയിൽ അവിടെ നമ്മൾ കൃത്രിമമായി തെങ്ങിൻ തടികൾ കൊണ്ട് ബോട്ട് ചെട്ടി ഉണ്ടാക്കി ഗുരുവിനെ വള്ളത്തിൽ കൊണ്ടുവന്ന് ആ ബോട്ട് ചെട്ടിയിൽ ഇറക്കി ചിറയിൽ നിന്നും പാടവരമ്പിലൂടെയാണ് ഗുരുവിനെ ക്ഷേത്രാങ്കണത്തിലേക്ക് നമ്മൾ ആനയിക്കുന്നത്. നമ്മുടെ പൂർവികർ അന്ന് വെള്ളപ്പരവതാനി വിരിച്ചാണ് ഗുരുവിനെ ആ കുഞ്ഞു കുരിയാലയായിരുന്ന ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് ഗുരുവിനെ കൊണ്ടുവരുന്നത്. നമ്മളൊന്ന് ഓർക്കണം, അന്നത്തെ ആ വെള്ളപ്പരവതാനിക്ക് മാത്രം 1000 രൂപ ചെലവ് വന്നിരുന്നു എന്നാണ് എഴുതി വെച്ചത്. അത്രയും പവിത്രമായ രീതിയിൽ ഗുരുവിനെ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചു. 3 സമ്മേളനങ്ങൾ 6 സമ്മേളനങ്ങൾ 3 ദിവസം കൊണ്ട് അവിടെ നടന്നതായിരുന്നു. ആദ്യമായി യുവജന സമ്മേളനം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ആദ്യത്തെ യുവജന സമ്മേളനം നടന്നത് പള്ളാത്തുരുത്തിയിൽ വെച്ചാണ്. ടി.കെ. മാധവനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. NSSൻ്റെ സമുദായ ആചാര്യൻ
മന്നത്ത് പത്മനാഭൻ ഗുരുവിനെ അവിടെ സന്ദർശിച്ചതായിട്ട് രേഖപ്പെടുത്തി വെച്ചു. അത്രയും പവിത്രമായ സമ്മേളനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പള്ളാത്തുരുത്തിലാണ് ഗുരു ഈ ഒരു ജാതി ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള വാചകത്തിൽ തുടങ്ങി ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രസക്തിയെ നമ്മൾ ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഗുരു അന്നത്തെ സമ്മേളനത്തിൽ അവിടെ സന്ദേശമായി നൽകി. ആ സന്ദേശം നൽകി അന്നത്തെ ജനബാഹുല്യം കൊണ്ട് സമ്മേളനങ്ങൾ നീണ്ടുപോയപ്പോൾ ഗുരുവിന് പോകാൻ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു സന്ദർഭങ്ങളും ഉണ്ടായി. ഗുരുക്ഷേത്രത്തിൽ ഗുരുവിനെ ആ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇരുട്ട് വന്നതുകൊണ്ട് അന്നത്തെ വഴിവിളക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആറിൻ്റെ അക്കരയിലുള്ള ഒരു സർക്കാർ സത്ര മന്ദിരത്തിൽ ഗുരുവിനെ താമസിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. നമുക്കറിയാം അന്നത്തെ ജാതി വ്യവസ്ഥകൾ നിന്നിരുന്ന ആ സമയത്ത് ആ സത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് സവർണരായിട്ടുള്ളവർ ഗുരുവിനെ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അനുമതി നിഷേധിക്കുവാനുള്ള കാരണം ഗുരുവിനെ പോലുള്ളവരെ താമസിപ്പിക്കാനുള്ളതല്ല ആ സ്ഥലം എന്നിവർ പറയുകയും മഹാനായ ടി കെ മാധവൻ ഉൾപ്പെടെയുള്ളവർ സിന്ധി യോഗത്തിൻ്റെ അന്നത്തെ സമുദ്രായ നേതാക്കന്മാർ അവിടെ സമരം ചെയ്യുകയും ആ സത്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നൊരു സമയത്ത് ഗുരു തന്നെയാണ് പറഞ്ഞത്, വേണ്ട, അവിടെ താമസിക്കാൻ കൊള്ളില്ല എന്ന് ഗുരു പറഞ്ഞു. പ്രിയമുള്ളവരെ, അതിനുശേഷം ഗുരുവിനെ വള്ളത്തിൽ തന്നെ മറ്റൊരു ഇഴവ കാരണവരുടെ വീട്ടിലേക്കാണ് താമസിപ്പിക്കാൻ കൊണ്ടുപോയത്. നിങ്ങൾക്കറിയുമോ, ഗുരുവിനെ അവിടെ താമസിക്കുവാൻ അനുമതി കൊടുക്കാതിരുന്ന ആ സത്രം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഓരോ ഘട്ടത്തിലും അത് നടത്തിക്കൊണ്ടിരുന്നവർ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും അത് ജീർണിച്ച് ഇല്ലാതാവുകയും തീരുകയും ചെയ്തു. എൻ്റെ വീടിൻ്റെ 6ൻ്റെ നേരെ കിഴക്കേക്കരയിലാണ് ഈ സത്രം എന്ന് പറയുന്ന സ്ഥാപനം ഇരുന്നത്. എൻ്റെ മുത്തച്ഛനും അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബാല്യങ്ങളായിരുന്ന സമയത്തൊക്കെ കേട്ട ചരിത്രവും ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ ആയിട്ടുള്ള അഭിപ്രായത്തിലാണ് ഞാനിത് പറയുന്നത്. ആ സത്രം അവിടെ നിന്ന് ജീർണിച്ചു പോയി. അതിനുശേഷം അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും അത് സ്ഥലം പോലും പിന്നീട് കായിക വൃക്ഷലതാദികളോ എന്തിന് ഒരു തെങ്ങിൻ തൈ പോലും വെച്ചാൽ അവിടെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു. അതിനുശേഷം അത് ഞങ്ങളുടെ ഈ പള്ളാത്തുരുത്ത് പ്രദേശത്ത് തന്നെയുള്ള ഒരു ഈഴവ കാരണവർ ഏറ്റെടുക്കുകയും അദ്ദേഹം ഒരു ചക്ക്, അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ചക്ക് മിഷൻ കൊണ്ടുവരികയും അവിടെ അതിൻ്റെ ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അന്ന് തന്നെ രാത്രിയിൽ ഘോരമായ ഇടിവെട്ടി ആ ചക്ക് മിഷനറീസും ആ ചെറിയ ഉണ്ടാക്കി വെച്ച താൽക്കാലിക കെട്ടിടവും പൊളിഞ്ഞു വീഴുന്ന ഒരു സന്ദർഭം അന്നവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതങ്ങനെ കിടന്നു. ഈ കാരണവരുടെ മക്കൾക്ക് അതിനോട് ശ്രദ്ധയില്ലാതായി. ആ സ്ഥലം അങ്ങനെ കിടന്ന് കര ജലത്തിനോട് ചേർന്ന് ഓരോ ഓളങ്ങൾ വരുമ്പോഴും ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും ആ ജലം കരയോട് ചേർന്ന് കര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇടപെട്ട് കൽക്കെട്ട് കെട്ടും. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ആ കൽക്കെട്ട് വീണ്ടും പൊളിഞ്ഞു. അങ്ങനെ തെങ്ങുകളൊന്നും പിടിക്കാതെയായി ഒരു മരുഭൂമി പോലെ കിടന്ന പ്രദേശം വർഷങ്ങളായി അങ്ങനെ കിടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ സംഘടിപ്പിച്ച് അവിടെ ഒരു ഗുരുക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. ആത്മസഹോദരങ്ങളെ, ഇന്നവിടെ ഒരു ഗുരുക്ഷേത്രം ഇന്നവിടെ ഉയർന്നു നിൽക്കുന്നു എന്നൊരു കാഴ്ച നമുക്ക് ഇന്നവിടെ കാണാൻ കഴിയും. ആ ഗുരുക്ഷേത്രത്തിനോട് ചേർന്ന് ഇന്നൊരു ഓഡിറ്റോറിയം പണിയാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ യുവാക്കൾ.
ആ പ്രദേശത്ത് ഈ കുരുക്ഷേത്രം വന്നതിന് ശേഷം എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാനൊരു വള്ളംകളിക്കാരൻ കൂടിയാണ്. ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്ക് വള്ളംകളി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ദേശീയോത്സവമാണ് വള്ളംകളി. ഈ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ബോട്ട് ക്ലബ്ബ് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ ഈ കുരുക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ വള്ളത്തിൽ മത്സര വള്ളംകളിക്ക് പോകാനായിട്ട് തുഴയും പൂജിച്ച് ഞങ്ങളുടെ പങ്കായക്കാരൻ്റെ തുഴയും പൂജിച്ച് ഞങ്ങളുടെ ഈ ബോട്ടിലേക്ക് കയറുന്നത്. ഇന്ന് വരെ ഞങ്ങൾ തോൽവി അറിഞ്ഞിട്ടില്ല. ഈ 4 വർഷവും ആ കുരുക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച പങ്കായവും തുഴയും കൊണ്ടുപോയിട്ടാണ് ഈ നെഹ്റു ട്രോഫി പോലെ, ഈ CBL മത്സരങ്ങൾ പോലെ ഇവിടെ ഇത് ഞങ്ങൾ കൊല്ലം കല്ലടയിൽ വരെ വന്ന് ഞങ്ങൾ ട്രോഫി നേടിയിട്ടുണ്ടെങ്കിൽ ആ കുരുക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച തുഴയുമായിട്ടാണ്. തീർത്തും ഒരു യുക്തിപരമായിട്ട് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ പള്ളാത്തുരുത്തുകാരനായ എൻ്റെ ഒരു അനുഭവവും പള്ളാത്തുരുത്തുകാരായ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതെന്ന് തീർച്ചയായും ഗുരുഭക്തിയോട് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. അത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് പള്ളാത്തുരുത്ത്. ഇന്ന് ഈ പള്ളാത്തുരുത്ത് സന്ദേശം ഈ മാലോകരുടെ മുന്നിൽ, ഈ ലോക ജനതയുടെ മുന്നിൽ സമക്ഷം അവതരിപ്പിക്കുവാൻ ശ്രീ പ്രൊഫസർ MR യശോധരൻ സാറിൽ മുൻകൈയെടുത്ത ആ പ്രവൃത്തിയെ ഞങ്ങൾ പള്ളാത്തുരുത്തുകാർ എപ്പോഴും ആത്മാഭിമാനത്തോടെ നോക്കിക്കാണുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ആത്മസഹോദരങ്ങളെ, കോലം എന്ന് പറഞ്ഞാൽ ശരീരം, കര എന്ന് പറഞ്ഞാൽ മറുകര. അപ്പം ശരീരത്തിൻ്റെ മറുകര നമുക്ക് ശരീരമാകുന്ന ശരീരത്തിൻ്റെയും നമുക്ക് വരുന്ന ഒരു മോക്ഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോലത്തേറ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാനിരതമായ നാളുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചരിത്രപരമായ ഈ മണ്ണിൽ ഇങ്ങനെ വരുവാനും ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് രാവിലെ 5:30 പുറപ്പെട്ടതാണ്. മഴ കാരണവും പൂട് പണിയൊക്കെ ഒത്തിരി താമസിച്ചു. പക്ഷേ ഗുരുവിൻ്റെ ഈ പാദസ്പർശം കൊണ്ട് പരിപാവനമായ ഈ മണ്ണിൽ നിൽക്കുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞത് ഒരു ഗുരു നിയോഗമായി ഞാൻ ഇതിനെ കാണുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.